മൂക്കിനുണ്ടാകുന്ന വളവ് ഒരു ആരോഗ്യ പ്രശ്നമാണോ? നമ്മൾ പലപ്പോഴും ആളുകൾ തമ്മിൽ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ENT ഡോക്ടർ ലക്ഷ്മി രഞ്ജിത്ത് ഇതിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഫാമിലി ഡോക്ടർ വരുന്നു. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS Lakeshore. ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം എന്ന് പറഞ്ഞാൽ ഈ മൂക്കിൻ്റെ പാളം വളഞ്ഞിരിക്കുന്നത്. അത് കുറേ പേർക്ക് കൺസേൺ ആണ്. കുറേ പേർക്ക് നമ്മളിപ്പോൾ ജനറൽ ഒരു ചെക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് പാളത്തിന് വളവൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ ഒരു ജനറൽ സ്റ്റഡീസ് അനുസരിച്ച് ഒരു 80% ആൾക്കാർക്ക് മൂക്കിൻ്റെ പാളത്തിന് വളവുണ്ട്. പക്ഷേ അത് ട്രീറ്റ് ചെയ്യണോ വേണ്ടയോ കംപ്ലീറ്റ്ലി ഡിപ്പെൻസ് ഓൺ അത് സിംറ്റമാറ്റിക് ആണോ എന്ന് വെച്ചാൽ അതുകൊണ്ട് പേഷ്യൻറ്റ് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ബുദ്ധിമുട്ട് എന്തായിരിക്കാം? ഈതർ മൂക്കടപ്പുണ്ടായിരിക്കാം, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, ഇല്ല ചെറിയ പോലും ജലദോഷം വന്നാൽ ഒരു സൈഡ് പ്രത്യേകിച്ച് കൂടുതൽ അടയുന്നു, ആ സൈഡിൽ തലവേദന കൂടുതലുണ്ടാകുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ അതൊക്കെ സിംറ്റംസ് ആണ്. പിന്നെ ഓഫ് കോഴ്സ് വേറൊരു സിംറ്റം ഇസ് പേഷ്യൻ്റെ കോസ്മെറ്റിക് പ്രശ്നങ്ങൾ. പേഷ്യൻ്റ് ഇപ്പോൾ മൂക്കിൻ്റെ ഷേപ്പ് കണ്ട് പേഷ്യൻ്റ് സുഖമില്ലെങ്കിൽ ആ ഷേപ്പ് മാറ്റി കൊടുക്കണം നമ്മൾ. അപ്പം ഇതൊക്കെയാണ് റീസൺസ് ഫോർ സർജറി. പക്ഷെ അതല്ലാതെ ഇപ്പം മൂക്കിൻ്റെ പാളത്തിന് ഒരു വളവുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മനുഷ്യന് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അതിന് ഓപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.